സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പോരാടുന്ന ലോകത്തെ പൊരുതുന്ന മനസ്സുകളുടെ സൂപ്പർ ഹീറോയും അഭിമാനവുമായാണ് കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇപ്പോൾ മാറിയിരിക്കുന്നത്. പലസ്തീനും ഗാസയ്ക്കും വേണ്ടി ശബ്ദമുയർത്തി ഇസ്രായേലിന്റെ കൊടും ശത്രുവായി മാറിയ ഖമേനിയെ വകവരുത്തുക എന്നത് ഇസ്രായേലിന്റെ ടാർഗറ്റായിരുന്നു. അമേരിക്കയുടെ സഹായത്തോടെ അവരിത് നടപ്പാക്കിയപ്പോൾ 1000 ഖമേനിമാരാണ് ഉയർത്തെഴുന്നേറ്റത് എന്നതാണ് യാഥാർത്ഥ്യം. ഇറാന്റെ തിരിച്ചടിയിൽ നിന്നും ഇറാന്റെ ഒറ്റക്കെട്ടായ ഉയർത്തെഴുന്നേൽപ്പിൽ നിന്നും ലോകം കണ്ടതും അത് തന്നെയാണ്. ഇറാൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ രക്തസാക്ഷിത്വമാണ് ആയത്തുള്ള അലി ഖമേനിയുടേത്. എവിടേക്കും ഒളിച്ചോടാതെ സ്വന്തം വസതിയിൽ കഴിഞ്ഞ് കാലനെ പോലും വിസ്മയിപ്പിച്ചാണ് ഖമേനി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. താനില്ലാത്ത ഇറാൻ താൻ ഉള്ളതിനേക്കാൾ ശക്തമായിരിക്കുമെന്ന് ഉറപ്പുവരുത്തിയുള്ള വിടവാങ്ങൽ കൂടിയാണത്. ഇറാന്റെ തെരുവുകളിൽ ഖമേനിയുടെ ചിത്രവും പിടിച്ചിറങ്ങിയ ലക്ഷക്കണക്കിന് ജനങ്ങളും പ്രതികാരദാഹികളായി ആഞ്ഞടിച്ച ഇറാൻ സൈനികരും ഖമേനിയുടെ മനസ്സറിഞ്ഞാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഖമേനിയെക്കുറിച്ച് അധികമാർക്കും അറിയാത്ത ഒരു കൗതുകകരമായ വസ്തുതയും ഇപ്പോൾ ലോകമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 45 വർഷത്തോളമായി ഖമേനി തന്റെ ഒരു കൈ വസ്ത്രത്തിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് ആയിരിക്കെ 1981 ജൂൺ 27 ഒരു മോസ്കിൽ വെച്ച് ഖമേനിക്ക് നേരെ വധശ്രമം ഉണ്ടായിരുന്നു. പ്രസംഗപീഠത്തിൽ വെച്ചിരുന്ന ഒരു ടേപ്പ് റെക്കോർഡിൽ ഒളിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ചായിരുന്നു ഹീനമായ കൊലപാതക ശ്രമം ഉണ്ടായത്. ഫുർഖാൻ ഗ്രൂപ്പ് എന്ന തീവ്രവാദി സംഘടനയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് കരുതപ്പെടുന്നത്. ഈ സ്ഫോടനത്തിൽ ഖമേനിയുടെ ശ്വാസകോശത്തിനും ശബ്ദതന്തുക്കൾക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും അദ്ദേഹത്തിന്റെ വലതുകൈ എന്നത്തേക്കുമായി തളർന്നു പോവുകയും ചെയ്യുകയാണ് ഉണ്ടായത്. തുടർന്ന് മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് അദ്ദേഹം സുഖം പ്രാപിച്ചിരുന്നത്. കൈ തളർന്നു പോയതിനെ കുറിച്ച് ഖമേനി അന്ന് പറഞ്ഞത്, എനിക്ക് ആ കൈയുടെ ആവശ്യമില്ല, എന്റെ തലച്ചോറും നാവും പ്രവർത്തിച്ചാൽ മാത്രം മതി എന്നായിരുന്നു. പിന്നീട് അദ്ദേഹം ഇടതു കൈ കൊണ്ട് എഴുതാൻ പരിശീലിക്കുകയും തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കൂടുതൽ ശക്തനായി മാറുകയും ചെയ്ത കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. തളർന്ന കൈ വസ്ത്രത്തിനുള്ളിൽ മറച്ചു പിടിക്കുന്ന രീതി പിന്നീട് ഖമേനി അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയായി മാറ്റുകയാണ് ഉണ്ടായത്. 35 വർഷം ഇറാനെ നയിച്ച ഖമേനിയുടെ ഈ ചിത്രം അദ്ദേഹത്തിന്റെ ധീര രക്തസാക്ഷിത്വത്തിനിടയിൽ പോലും ഇപ്പോൾ വീണ്ടും ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുകയാണ്.